ക്യാമറ റോളിംഗ് സാർ. അല്ല ഈ മൂവി കണ്ട മധുവിത് കണ്ടിട്ടുണ്ടെങ്കിൽ കെട്ടാത്തവർക്ക് കെട്ടാൻ തോന്നുവോ? കെട്ടാത്തവർക്കും കെട്ടാൻ തോന്നും. പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. വീട്ടിലെ അച്ഛനായിരുന്നോ നല്ലത് അതോ മധുവിതിലെ അച്ഛനായിരുന്നോ നല്ലത്? അത് നമുക്കറിയില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു ആന കുത്താൻ വരികയാണെന്ന് കരുതി നീ അങ്ങോട്ട് നേരിടും. ഇല്ല, മധുവിധുവിലെ അച്ഛനും നല്ലതാണ്, എന്റെ അച്ഛനും നല്ലതാണ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. നമുക്ക് യഥാർത്ഥത്തിൽ ജീവിതത്തിലുള്ള സാഹചര്യം ഇഷ്ടം. പൊതുവെ എല്ലാരും പെയിന്റ് അടിക്ക് അല്ലെങ്കിൽ അവിടെ ഒരു പ്രായപൂർത്തിയായ ആണും കുട്ടി ഉണ്ടെങ്കിൽ ആ കല്യാണം ആയോ മോളുടെ അങ്ങനെ ഒരു പൊതുവെ. അപ്പം ആ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാ? അസീസിക്കയുടെ കല്യാണം എടുക്കാറായപ്പോഴത്തേനും പെയിന്റ് അടിക്കാനും അങ്ങനെയൊക്കെ റൂമുകളൊക്കെ കുറച്ച് നിന്റെ ഈ തൊട്ടിത്തരം കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുള്ളൂ. ഭംഗിയാക്കാനൊക്കെ പ്രൊമോഷൻ ആണോ അതോ ഈ മധുവിധയില് ആക്ച്വലി എന്താ ഒരു ഫീൽ ഗുഡ് മൂവിയാണോ? കാരണം ഇതിന്റെ മൂവീസും അല്ലെങ്കിൽ ട്രെയിലർ ഇറങ്ങിയപ്പോൾ കണ്ടിട്ട് ഒരു ക്രൈം ത്രില്ലർ ആണെന്ന് തോന്നുന്നുണ്ടോ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോ തന്നെ അറിയാം അവൻ ഇനി അടുത്ത സിനിമയിലോ മാണിക്കക്കല്ലായിട്ട് മാറുമെന്ന് ഇങ്ങനെ അറിയാന്ന് പറഞ്ഞു. അപ്പൊ അത് എന്തുകൊണ്ടായിരിക്കും അത്ര കോൺഫിഡൻസ് ആയിട്ട് ജഗദീഷ് ചേട്ടന് അങ്ങനെ പറയാൻ കാരണം? നാളെ ജഗദീശനാണോ ഇന്റർവ്യൂ ചെയ്യാൻ പ്ലാൻ പിന്നെ നാണക്കെടുത്തി. എനിക്ക് അത് അറിയത്തില്ലല്ലോ, അത് ഓരോരുത്തരെ തോന്നുന്നത്. ഞാൻ പറയല്ലേ കുട്ടി നന്നായിട്ട് ഇന്റർവ്യൂ ചെയ്തു, അത് എനിക്ക് തോന്നിയതല്ലേ. എനിക്ക് അഭിപ്രായം ഉണ്ടോ? എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. മധുവിധ ഒരു ക്ലീശ പരിപാടിയാണെന്ന് തോന്നിയിട്ടുണ്ടോ? പരിപാടിയാണെന്ന് തോന്നിയിട്ടുണ്ടോ? മണ്ടൻ ക്വസ്റ്റൻ അല്ലേ ക്ലീശ അല്ലല്ലോ അത്. മധുവിധു എന്ന് പറഞ്ഞാൽ പുതിയതല്ലേ? അതെങ്ങനെ ക്ലീശ? അതല്ല പുതിയ ഡ്രസ് ഇടുന്നത് ക്ലീശ ആയിട്ട് തോന്നുന്നു. ഒരു ആവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ.